Hi everyone, in this video, Prime Minister's Employment Generation Program in Udyami.org.in എന്ന വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് ആണ് പറയാനായിട്ട് പോകുന്നത്. നമുക്കറിയാം മുദ്ര ലോൺ പോലെ തന്നെയുള്ള ഒരു ലോൺ ഫെസിലിറ്റി കൂടി PMEGP യിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു പ്രോഗ്രാമിന്റെ താഴെയുള്ള ലോണിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് ഗവൺമെന്റ് സബ്സിഡി കൂടി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഒരു ലോൺസിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുമ്പോൾ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാമിന്റെ EDP കോഴ്സസ് ഏതെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോൺ സാങ്ഷൻ ആയി കിട്ടാനുള്ള ചാൻസസ് അധികമായിരിക്കും. ഈ ഒരു udyami.org.in എന്ന വെബ്സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം എന്താണ്, അതിന് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡസ്ട്രി ബേസ് ആയിട്ടുള്ള നോളേജൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല ഒരു ഓൺട്രപ്രനറിന് അല്ലെങ്കിൽ ഒരു സംരംഭകൻ എന്ന രീതിക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസാണ് വേണ്ടത്, എന്തെല്ലാമാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിനെ പറ്റി യാതൊരു ഐഡിയയും നോളേജും ഇല്ലാത്ത ഒരാൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാനായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനോ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ലോൺ ലഭിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡസ്ട്രി ബേസ് ആയിട്ടുള്ള നോളേജ് വർദ്ധിപ്പിക്കാനായിട്ടും ഈ ഒരു പ്രോഗ്രാം വളരെ ഹെൽപ്ഫുൾ. EDP പ്രോഗ്രാം എന്നുള്ളത് 3 തരത്തിൽ അവൈലബിൾ ആണ്. ഓറിയന്റേഷൻ പ്രോഗ്രാം, എഡ്യൂക്കേഷൻ പ്രോഗ്രാം, എന്റർപ്രൈസ് പ്രോഗ്രാം. ഇതിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം ഒഴികെയുള്ള ബാക്കി 2 പ്രോഗ്രാംസിനും നിങ്ങൾ ഫീ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം 30 ദിവസവും എന്റർപ്രൈസ് പ്രോഗ്രാം 365 ദിവസവുമാണ് നീണ്ടു നിൽക്കുന്നത്. ഇനി ഇതിൽ പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്കിവിടെ രജിസ്റ്റർ എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും പേരും ഇമെയിൽ ഐഡിയും പാസ്വേഡും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് സൈൻ അപ്പ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ ലോഗിൻ ചെയ്ത് ഫീസ് എല്ലാം പേ ചെയ്ത് നമുക്ക് പ്രോഗ്രാംസ് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇനി ഓറിയന്റേഷൻ പ്രോഗ്രാമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫീ ഒന്നും പേ ചെയ്യാതെ തന്നെ ആ കോഴ്സ് മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പോർട്ടൽ ഇങ്ങനെയാണ്. ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതിനുവേണ്ടി നമുക്കവിടെ ക്ലിക്ക് ഹിയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ മുതൽ ബാക്കി കാര്യങ്ങളെല്ലാതും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഫോട്ടോയുടെ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിവിടെ ആധാർ നമ്പർ, പാൻ നമ്പർ, അഡ്രസ്സ്, സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അടിച്ചു കൊടുക്കണം. അതിനുശേഷം ആധാർ കാർഡിൻ്റെയോ പാൻ കാർഡിൻ്റെയോ ഫ്രണ്ട് ഇമേജും ബാക്ക് ഇമേജും നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിവിടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഡാഷ്ബോർഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാംസ് ഏതൊക്കെയാണ്, എത്രയാണ് അതിൻ്റെ റേറ്റ്സ് എന്നുള്ളതൊക്കെ കാണാനായിട്ട് പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതോ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബൈ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് നമുക്ക് പ്രൊസീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ടും ആദ്യത്തെ മെറ്റീരിയൽസ് എല്ലാം ആക്സസ് ചെയ്യാനായിട്ടും പറ്റും. ഇനി ഇവിടെ ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാനായിട്ടുള്ള മെറ്റീരിയൽസ് ഇവിടെ ലഭിക്കും. അതായത് നിങ്ങളുടെ ബിസിനസ് ഇപ്പോൾ ബേക്കറി ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്കിവിടെ ബേക്കറി ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. ഇപ്പോൾ ഇവിടെ ഇനി ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി എന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഡിറ്റർജൻറ്റ് ഉണ്ടാക്കി വിൽക്കാനാണ് താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്ക്, ഡിറ്റർജൻറ്റ് ബിസിനസ്സിനെ പറ്റിയിട്ട് അറിയാനുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഡിറ്റർജൻറ്റ് പൗഡർ മേക്കിംഗ് ബിസിനസ് തുടങ്ങാം എന്നുള്ളതിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിനകത്ത് അവർ തരും.
അതത് ഇൻഡസ്ട്രീസിൽ പോയിട്ടാണ് ഇവരിത് ഷൂട്ട് ചെയ്യുന്നത്. എങ്ങനെ പാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. मशीन का डिस्क्रिप्शन आपको बताते कैसा है. ये मशीन का नॉर्मली ऑन ऑफ बटन है. यहाँ से ऑन हो गई, देखते पावर ऑन हो जाता है तो यहाँ से हो जाता है. ये ഇങ്ങനെയാണ് ഇതിലെ ഓരോ ഇൻഡസ്ട്രീസിൻ്റെയും വീഡിയോസ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇൻഡസ്ട്രി ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ വാച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. ഇനി ഇവിടെ പ്രൊഫഷണൽ എപ്പിസോഡ്സ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്നിക്കലും പ്രൊഫഷണലുമായിട്ടുള്ള കുറച്ച് ഗൈഡൻസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, പുതിയൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, ഓർഗാനിക് റൂഫ് ടോപ്പ് ഫാമിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. EDP ട്രെയിനിങ് എന്ന ലിങ്കിൽ പോയി കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമും എൻ്റർപ്രൈസ് പ്രോഗ്രാമും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉള്ളത് പ്രൊജക്ട് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞൊരു ലിങ്കാണ്. ഈ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ലോൺസിനൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ഗൈഡ് ലൈൻ എന്ന രീതിക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊജക്ട് റിപ്പോർട്ട്സ്, നിങ്ങളുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട്സ് കിട്ടാനായിട്ട് ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സ്മോൾ ബിസിനസ് മോഡൽസ് എന്നുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്തു. ഇനി ഇതിനകത്തുനിന്ന് നമുക്കിവിടെ വാക്സ് കാൻഡിൽ മേക്കിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൊജക്ട് റിപ്പോർട്ട് ഓഫ് വാക്സ് കാൻഡിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്റ് കിട്ടും. ഇതിനകത്ത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പ്രൊജക്ട് റിപ്പോർട്ട് ഓഫ് വാക്സ് കാൻഡിൽസ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് മെഴുകുതിരി നിർമ്മാണം ആണെന്നുണ്ടെങ്കിൽ അതിന് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് ഈ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് നിങ്ങൾക്കൊരു ഗൈഡ് ലൈൻ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോസ്റ്റൊക്കെ നമ്മൾ കാണിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഈ ഒരു റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇതുപോലെ തന്നെ കോപ്പി ചെയ്യാനായിട്ടുള്ളതല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു ഗൈഡ് ലൈൻ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇവിടെ സ്കീംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കീമുകളും പോളിസികളെ പറ്റിയുള്ള ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഗവൺമെൻറ് സ്കീംസ്, ഓൺടർപ്രനേഴ്സിനായിട്ടുള്ള ഗവൺമെൻറ് സ്കീംസ് ഏതൊക്കെയാണ്, ഗവൺമെൻറ് പോളിസീസ് ഏതൊക്കെയാണ്, പിന്നെ ബാങ്ക് സ്കീംസ് ഏതൊക്കെയാണ്, സോഷ്യൽ ആൻഡ് വെൽഫെയർ സ്കീംസ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ സ്കില്ലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതും നമുക്ക് ഇൻഡസ്ട്രിയൽ ബേസ് ആയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഉപകരിക്കും. അടുത്തതൊരു ഓപ്ഷനാണ് വർക്ക്ഷോപ്സിൻ്റെ, അതായത് ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്. അടുത്തത് വർക്ക്ഷോപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ പറ്റിയിട്ട് അവർ വർക്ക്ഷോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഫ്രീ ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. പൊതുവേ 1 ഡേ ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ഉണ്ടാവുന്നത്. ഈ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നത് വഴി നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. ഒന്ന്, നമുക്ക് ടെക്നിക്കൽ ആസ്പെക്ട്സ്, ഒരു ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാനായിട്ട് പറ്റും. പിന്നെ ഗവൺമെൻറ് സ്കീംസ് എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നതിനുള്ളത്, ബിസിനസ് മോഡൽസ് ഏതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം, ബിസിനസ്സിനായിട്ടുള്ള ഫണ്ട് കിട്ടുന്നതിനുള്ള ഗൈഡൻസ് എന്തൊക്കെയാണ്, പിന്നെ ഇൻട്രാക്റ്റീവ് സെക്ഷൻ ഉണ്ടാവും. ഇൻഡസ്ട്രിയിലെ എക്സ്പേർട്സുമായിട്ട് നമുക്ക് നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. നെറ്റ്വർക്കിംഗ്, അതായത് നമ്മുടെ പോലെയുള്ള ബാക്കി ഫെലോ ഓൺടർപ്രനേഴ്സുമായിട്ട് നമുക്ക് ഒരു ഇൻട്രാക്ഷൻ കിട്ടുന്നതിനായിട്ടുള്ള നെറ്റ്വർക്കിംഗ് കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓരോ ഇൻഡസ്ട്രീസും റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്സ് ഏതൊക്കെയാണ് അവൈലബിൾ എന്നുള്ളത് ഇതിനകത്ത് കാണിക്കും. അതിൻ്റെ ദിവസം ഏതാണെന്നുള്ളതും എത്രയാണ് അതിൻ്റെ ടൈം എന്നുള്ളതും ഇപ്പോൾ നമുക്ക് കാണാം. 29 നവംബർ 2020 11 മണി മുതൽ 1 മണി വരെ, അങ്ങനെ സമയവും ഡേറ്റും എല്ലാം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓരോ ഇൻഡസ്ട്രിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള വെബിനാർസും വർക്ക്ഷോപ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ബിസിനസ് രജിസ്ട്രേഷൻസ് ഏതൊക്കെയാണോ അതിൻ്റെ ട്യൂട്ടോറിയലാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. വീഡിയോ ട്യൂട്ടോറിയൽ അടക്കം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രൊപ്പറേറ്റർ എന്ന നിലയ്ക്ക് നിങ്ങൾ GSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെക്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെക്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് GSTയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ബിസിനസ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ആ PDF ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്കത് ക്ലിയർ ആയി കിട്ടും. ഇതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള രജിസ്ട്രേഷൻസിൻ്റെ ട്യൂട്ടോറിയൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് മണി സേവ് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ ഒരു ഓൺട്രപ്രനർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻസ് ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് സേവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ടുള്ള ട്യൂട്ടോറിയലാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ GST രജിസ്ട്രേഷൻ, MSME രജിസ്ട്രേഷൻ, FSSAIയുടെ രജിസ്ട്രേഷൻസ്, IEC ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡിൻ്റെ രജിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള രജിസ്ട്രേഷൻസിൻ്റെ ട്യൂട്ടോറിയൽസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളവർക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.